നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SEO വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമോനാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു OTG ആണ്. വാട്ട് ഈസ് ദ OTG? OTG എന്നത് ഓവൺ ടോസ്റ്റ് ഗ്രില്ലർ, ഓവൺ ടോസ്റ്റർ ഗ്രില്ല്. അപ്പോൾ ഒരു ഓവണാണ്, ടോസ്റ്ററാണ്, ഒരു ഗ്രില്ലിംഗ് മെഷീനും കൂടിയാണ്. അതാണ് OTG. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ കാണുന്ന ഓവൺ, മൈക്രോവേവ് ഓവൺ, അതിൻ്റെ ഒരു ആധുനിക വേർഷനാണ് ഈ OTG ഓവൻ ടോസ്റ്റ് ഗ്രില്ലർ എന്ന് പറഞ്ഞ ഈ ഒരു ഇലക്ട്രിക് ഉപകരണം. ഇതിന് മറ്റൊരു പേരുണ്ട്, ഇലക്ട്രിക് ഓവൺ എന്നും കൂടെ ഇനി വേണേൽ പറയാം. അപ്പം പണ്ട് കാലത്ത് കണ്ടുവരുന്ന മൈക്രോവേവ് ഓവൺ. എന്താണ് മൈക്രോവേവ് ഓവൺ? മൈക്രോവേവ് ഓവൺ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനത്തിലും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓവൻ്റെ ഉള്ളിൽ മൈക്രോവേവ് തരംഗങ്ങളാണ്, മാഗ്നറ്റിക് ഒരു പ്രവർത്തനമാണ്. മൈക്രോവേവ് തരംഗങ്ങളെ പായിപ്പിച്ചുകൊണ്ട് തമ്മിൽ പദാർത്ഥങ്ങളുമായി കൂട്ടിയിടിച്ചിട്ട് ഒരു സെല്ലുണ്ടായിട്ട് അതിൽ നിന്ന് ചൂട് പ്രവഹിക്കുന്നതാണ്. അതിൽ നിന്ന് വേവുന്നതാണ് അതിൻ്റെ ഉള്ളിലെ, ആ ഓവൻ്റെ ഉള്ളിലെ വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും പദാർത്ഥങ്ങൾ. നേരെ മറിച്ച് ഈ OTG എന്ന ഈ പുതിയൊരു ഇലക്ട്രിക് ഈ ഒരു ഓവണ് ഇതൊരു ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക് ഓവണും പഴയ ഓവണും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി പറയുന്നത്. ഈ OTG എന്ന ഈ ഒരു മെഷീന് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ മുകളിലും താഴെയും കോയിലുകളാണ്, ഇരുമ്പ് കോയിലുകൾ. ഈ ചെമ്പ് കോയിൽ, ചെമ്പിൻ്റെ ദണ്ട് പോലെ നീളത്തിലുള്ള കോയിലുകളാണ്. ഇത് വൈദ്യുതി പ്രവഹിച്ച് ചുട്ടുപഴുക്കുകയാണ് ചെയ്യുന്നത്, മുകളിലും താഴെയുമായിട്ട്. ഇവർ പരസ്പരം ചുട്ടുപഴുത്തിട്ട് ആ ചൂടിൻ്റെ നടുവിൽ നമ്മൾ വെക്കുന്ന പദാർത്ഥങ്ങൾ ചൂടാവുകയും അത് പാചകം ആവുകയും ചെയ്യുന്നു. അതിനുവേണ്ടി അങ്ങനെയാണ് ഈ ഒരു മെഷീൻ്റെ പ്രവർത്തനം, ഈ OTG എന്ന ഈ മെഷീൻ്റെ പ്രവർത്തനം. അപ്പം മൈക്രോവേവും ഇലക്ട്രിക് ഓവണും തമ്മിലുള്ള മാറ്റമാണ് ആധുനിക സാങ്കേതിക വിദ്യയിൽ. ഇലക്ട്രിക് ഓവണ് പ്രചാരം കൂടിക്കൂടി വരികയാണ്. കാരണം എന്താ വെച്ചാൽ മൈക്രോവേവിൽ ഒരു പർട്ടിക്കുലർ പ്ലേറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു പാത്രങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഓവണിൽ ഏത് പ്ലേറ്റോ അല്ലെങ്കിൽ ഏത് പാത്രങ്ങളോ നമുക്ക് കണ്ണും മൂട്ടി വെക്കാൻ കഴിയും. ഏത് രീതിയിൽ വേണമെങ്കിലും, ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും, ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഓവൺ ഹീറ്റാവും. കാരണം ഒരു ഇസ്തിരിപ്പെട്ടി പോലെ പഴുക്കുന്ന ഒരു പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് ഹീറ്റാകും, ഏത് വോൾട്ടേജിൽ വേണമെങ്കിലും പ്രവർത്തിക്കും. മറ്റൊന്ന്, മൈക്രോവേവ് ഓവൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ബോർഡുകൾ, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഈ മൈക്രോവേവിൻ്റെ ഉള്ളിലുള്ള ഓവൻ്റെ ഉള്ളിലുള്ള സാങ്കേതിക വിദ്യകൾ പകുതി പോലും ഈ ഇലക്ട്രിക് ഓവൻ്റെ ഉള്ളിലില്ല. ജസ്റ്റ് ഒരു കോയിലും കൺട്രോൾ ചെയ്യുന്ന ചെറിയൊരു പാനലും. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റുകൾ പരിഹരിക്കാനും കംപ്ലൈൻറ്റുകൾ ഓവനെക്കാട്ടിയും വരാതിരിക്കാനും സാധ്യതകൾ ഇലക്ട്രിക് ഓവണിന് ഏറെയാണ്. G-Trackൻ്റെ ഓവനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ചൂട് നിയന്ത്രിക്കാൻ നിരവധി ഫങ്ഷനുകൾ, ചൂട് നിയന്ത്രിക്കാൻ, ഗ്രില്ലിംഗ് ഓപ്ഷനുകൾ, ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ, കേക്ക് ഉണ്ടാക്കാൻ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തിയും ഇതിൽ നടക്കും. വെയ്റ്റ്ലെസ്സാണ്, മൈക്രോവേവിനെക്കാട്ടിയും വെയിറ്റ് കുറവാണ് ഇലക്ട്രിക് ഓവണ്. തന്നെയുമല്ല മൈക്രോവേവിനെക്കാട്ടിയും വിലയും കുറവാണ്. നോട്ട് ദ പോയിൻ്റ്. വിലയും കുറവാണ് ഇലക്ട്രിക് ഓവണ്. ഇതൊക്കെ കൂടിയാണ് ഇതിന് വളരെയേറെ പ്രചാരം ലഭിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇതൊരാമുഖം മാത്രമാണ്. ഞാൻ എൻ്റെ ഈ G-Trackൻ്റെ ഈ ഒരു ഓവൻ്റെ ഫീച്ചറുകളാണ് ഇനി പറയുന്നത്. G-Track മാത്രമല്ല, ഇംപെക്സ്, LG, ബജാജ്,
അതേപോലെ തന്നെ ബൊറോസിൽ ഒരുപാട് നിരവധി കമ്പനികൾ ഈ ഇലക്ട്രിക് ഓവൻ വിപണനം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ടത് ജിറാക്ക് എന്ന കമ്പനി മാത്രം ഇതേ സെയിം സാധനം തന്നെ മറ്റു പല കമ്പനികളും അവരുടെ ബ്രാൻഡിൽ പുറത്തിറക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ വ്യാപ്തി, ഈ ഒരു ജിട്രാക്കിൻ്റെ ഈ ഒരു ഓവൻ്റെ ഉള്ളിലെ വ്യാപ്തി എന്ന് പറയുന്നത് 30 ലിറ്ററാണ്. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ലിറ്റർ കണക്കാണ് ഉള്ളിൽ അളവുകൾ പറയുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും ലിറ്റർ കണക്കാണ്. ഇതിൻ്റെ ലിറ്റർ എന്ന് പറയുന്നത് 30 ലിറ്ററാണ് ഇതിൻ്റെ ഉള്ളിലെ വ്യാപ്തി. ഈ 30 ലിറ്ററിൻ്റെ ജിട്രാക്കിൻ്റെ ഇലക്ട്രിക് ഓവൻ ഇത് നിങ്ങൾക്ക് മാക്സിമം പവർ, അതായത് ഇതിൻ്റെ ചൂട് മാക്സിമം ഇടുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്ന മാക്സിമം വൈദ്യുതിയുടെ അളവ് 1600 വാട്ട്സാണ്. ഏകദേശം ഒരു കറണ്ട് അടുപ്പിൻ്റെ ഈക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. 1600 വാട്ട്സ് മാക്സിമം പവർ നമ്മുടെ വൈദ്യുതി എടുക്കുന്നു. ഈ 1600 വാട്ട്സിൽ മാക്സിമം എത്ര വരെ ഡിഗ്രി ചൂടാവുന്നത്? 230 ഡിഗ്രി വരെ ഇത് ചൂടാകാൻ ഇതിന് സാധിക്കും 1600 വാട്ട്സിൽ. സോ 1600 വാട്ട്സിലുള്ള ഈ ജിട്രാക്കിൻ്റെ ഇലക്ട്രിക് ഓവൻ ടോസ്റ്റർ ഗ്രില്ലർ ആൻഡ് റോട്ടിസറി ഫങ്ഷൻസ്. എന്താണ് ഈ റോട്ടിസറി എന്ന് പറഞ്ഞിട്ടാൽ, ചിക്കന് നമ്മൾ ഫുൾ ഗ്രില്ല് ചെയ്യേണ്ട ഫുൾ ചിക്കന് റൗണ്ട് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണത് റോട്ടിസറി എന്ന് പറയുന്നത്. ആ ഒരു ഫങ്ഷൻ എടുക്കേണ്ടത്, അതായത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ, കേക്ക് ബേക്ക് ചെയ്യാൻ, കേക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫുൾ ചിക്കന് റൗണ്ട് നമ്മൾ ഷവർമയൊക്കെ കിടന്ന് കറങ്ങുന്ന പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കളിയും. അതാണ് റോട്ടിസറി ഫങ്ഷൻ. അങ്ങനത്തെ ഒരു ഫങ്ഷൻ ഉണ്ട്, അതും ഇതിൽ അവൈലബിൾ ആണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഫാനുണ്ട്, മോട്ടറൈസ്ഡ് ഫാന്. അപ്പോൾ മോട്ടറൈസ്ഡ് റൊട്ടേഷൻ ഫങ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. മോട്ടറൈസ്ഡ്, അതായത് വായുവിനെ ഒരു ഇതിൽ നിന്നും താഴത്തെ ധ്രുവത്തിലേക്കും അവിടെ നിന്നും മുകളിലത്തെ ധ്രുവത്തിലേക്കുമുള്ള ഒരു റൗണ്ട് ആംഗിളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഒരു ലൈറ്റ് ഉണ്ട്. ഒരു നമുക്ക് ആവശ്യത്തിൽ ഡോർ തുറക്കുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന ലൈറ്റ്, നമ്മൾ വെക്കുന്ന പദാർത്ഥങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഫങ്ഷനുണ്ട്. ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെയാണ്. ഫുൾ തികഞ്ഞ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഓവൻ തന്നെയാണ്. ഹീറ്റിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 6 സ്റ്റേജിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 6 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് 90 ഡിഗ്രി, 110 ഡിഗ്രി അങ്ങനെ വന്ന് 6 സ്റ്റേജുകളിലായിട്ട് 230 ഡിഗ്രിയാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമുക്ക് ചൂടിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ 60 മിനിറ്റ് മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കൊരു പദാർത്ഥം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു മെഷീനോ ഇലക്ട്രിക് ഓവൻ കട്ട് ഓഫ് ആകേണ്ടത് 30 മിനിറ്റിലാണോ 40 മിനിറ്റിലാണോ 15 മിനിറ്റിലാണോ, അങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ മാക്സിമം 60 മിനിറ്റ് വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് ഇവിടെ ഈ ഒരു ഫങ്ഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫങ്ഷനാണ് അവർക്ക് കൊടുക്കുന്ന വാറണ്ടി, സൈറ്റ് വാറണ്ടി. അതായത് നിങ്ങളുടെ വീടുകളിൽ വന്ന് സർവീസ് ചെയ്ത് തരും. അത് ലൈഫ് ടൈം സർവീസാണ്. 2 വർഷം നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കും. ബാക്കിയുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കും എങ്കിലും ആ എടുക്കുന്ന സ്പെയർ മാറ്റുന്നതിനുള്ള ചാർജ് നിങ്ങളിൽ നിന്ന് ഈടാക്കും. 2 വർഷം സൗജന്യമായി നിങ്ങളുടെ വീടുകളിൽ വന്ന് സർവീസ് ചെയ്ത് തരും. ബാക്കിയുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ സ്പെയർ വരുന്നത് ആ സ്പെയറിൻ്റെ ചാർജ് കമ്പനി ഈടാക്കും. സർവീസിങ് ചാർജ് ഇല്ല, സ്പെയറിൻ്റെ ചാർജ് മാത്രമാണ് ഈടാക്കുന്നത്. അത്തരത്തിലുള്ള സർവീസുകളാണ് ഇപ്പോൾ നിലവിലെ എല്ലാ കമ്പനികളും ഈ ഒരു ഹോം സർവീസ് സൈറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 വർഷമാണ് ഫ്രീ സൈറ്റ് വാറണ്ടി പറയുന്നത്. ഇതാണ് എടുത്തു പറയേണ്ട മേന്മകൾ, മെച്ചങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ജിട്രാക്കിൻ്റെ ഈ ഒരു ഓവൺ ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുള്ളാണ് ആൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലേഡീസ് വാങ്ങിക്കാൻ അവിടെ അട്രാക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമാൻ ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. സൈനിങ് ഓഫ്.
നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.